മുസ്ലിം ലീഗിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാർ. 17 മണ്ഡലങ്ങളിലാണ് സീറ്റ് ധാരണയായത്. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് തന്നെ ജനവിധി തേടും. KM ഷാജി കാസർഗോഡും മഞ്ചേശ്വരത്ത് AKM അഷ്റഫും മത്സരിക്കും. കളമശ്ശേരിയിൽ മുൻ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂർ മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചെറിയ പെരുന്നാളിന് ശേഷമുണ്ടാകും. 10 സീറ്റുകളിൽ അന്തിമ തീരുമാനമായിട്ടില്ല. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, തത്വത്തിൽ 17 സീറ്റുകളിൽ ധാരണയായിട്ടുണ്ട് എന്നാണ് വിവരം. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, 27 സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. ഇതിൽ 17 സീറ്റുകളിലും ഒറ്റ പേരിലേക്ക് വരാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 5 MLA-മാർക്ക് ഇത്തവണ സീറ്റുണ്ടാകില്ല. ഒറ്റ പേര് വന്ന മണ്ഡലങ്ങൾ നമ്മൾ പറയാം. മഞ്ചേശ്വരത്ത് AKM അഷ്റഫ് നിലവിൽ സിറ്റിംഗ് MLA ആണ്. കാസർഗോഡ് KM ഷാജിയാണ്. KM ഷാജിയെ നേരത്തെ കൊടുവള്ളിയിലും പരിഗണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാസർഗോഡ് KM ഷാജി മത്സരിക്കും. അഴീക്കോട് മണ്ഡലത്തിൽ അബ്ദുൽ കരീം ചേലേരി മത്സരിക്കും. കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള കഴിഞ്ഞ തവണ വളരെ നിസ്സാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അദ്ദേഹം അവിടെ തുടരും. കോഴിക്കോട് സൗത്തിൽ MK മുനീർ കൊടുവള്ളിയിൽ നിന്ന് മാറി സൗത്തിൽ മത്സരിക്കും. നേരത്തെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് മുനീർ ഇത്തവണ മാറി നിൽക്കുമോ എന്നുള്ളത്. എന്തായാലും MK മുനീറിനെ കോഴിക്കോട് സൗത്തിൽ മത്സരിപ്പിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. പേരാമ്പ്രയിൽ TT ഇസ്മായിൽ, അദ്ദേഹം കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം തുടരും. വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറും എന്ന് ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെ തുടരും. തിരൂരിൽ കുരുക്കോളി മൊയ്തീൻ തുടരും. മഞ്ചേരിയിൽ M റഹ്മത്തുള്ള, അവിടുത്തെ MLA മാറി, അവിടെ M റഹ്മത്തുള്ള മത്സരിക്കും. കോട്ടയ്ക്കൽ ആബിദ് ഹുസൈൻ തങ്ങളാണ് മത്സരിക്കുക. ഏറനാട് PK ബഷീർ തുടരും. മങ്കടയിൽ മഞ്ഞളാംകുഴി അലി തുടരും. മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, ഗുരുവായൂർ CH റഷീദാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. കളമശ്ശേരിയിൽ VE അബ്ദുൽ ഗഫൂർ, പുനലൂർ അല്ലെങ്കിൽ ചടയമംഗലം, പുനലൂർ സീറ്റിലാണ് നിലവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. ചടയമംഗലത്ത് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് 2 ഇടത്തും ഏത് സീറ്റാണോ കിട്ടുന്നത് അവിടുത്തെ ജില്ലാ നേതാവായ സുൽഫിക്കർ സലാം എന്നിവരാണ് മത്സരിക്കുക. ഇതാണ് ഒറ്റപ്പേഴിലേക്ക് വന്നിട്ടുള്ള 17 മണ്ഡലങ്ങൾ. ഇനിയിപ്പോൾ മറ്റ് മണ്ഡലങ്ങൾ കൂടി 10 മണ്ഡലങ്ങൾ കൂടി മറ്റുണ്ട്. അതിൽ കൂത്തുപറമ്പിൽ 2 പേരെയാണ് പരിഗണിക്കുന്നത്. അവിടെ ജയന്തി രാജൻ അല്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയയുടെ പേരാണ് പരിഗണിക്കുക. ഇവരിൽ ആരെങ്കിലും ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്നു. കൊടുവള്ളിയിൽ PK ഫിറോസും MA റസാഖ് മാസ്റ്റർ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ് കോഴിക്കോട്. VM ഉമർ മാസ്റ്റർ, അദ്ദേഹം നേരത്തെ MLA ആയിരുന്നു. കുന്നമംഗലത്ത് PK ഫിറോസിന്റെ പേര് വീണ്ടും അവിടെ പരിഗണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ PK ഷറഫുദ്ദീൻ ആയിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥിയായി മാറുക. PK ഷറഫുദ്ദീൻ പെരുവയിൽ കഴിഞ്ഞ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മലപ്പുറത്ത് PMA സലാമും അല്ലെങ്കിൽ മുജീബ് കാടേരി, ഈ 2 പേരുകളിൽ ഒന്നാണ്. PMA സലാമിന്റെ ഒരു ഒറ്റ പേരിലേക്ക് വന്നിട്ടില്ല. അവിടെ അദ്ദേഹത്തെ 2 സ്ഥലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട്. വള്ളിക്കുന്ന് TV ഇബ്രാഹിം, കുണ്ടോട്ടി MLA TV ഇബ്രാഹിമിനെ വള്ളിക്കുന്നിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് പാർട്ടി ആലോചിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ സുഹ്റാം അമ്പാടിന്റെ പേരും അവിടെ പരിഗണിക്കുന്നുണ്ട്. താനൂരിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവാണ്. അല്ലെങ്കിൽ TP അഷറഫ് അലി, ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളെയാണ് അവിടെ താനൂരിൽ പരിഗണിക്കുക. തിരൂരങ്ങാടിയിൽ PMA സലാമിനെ വീണ്ടും പരിഗണിക്കുന്നു, അല്ലെങ്കിൽ സുഹ്റാം അമ്പാട്. കൊണ്ടോട്ടിയിൽ TV ഇബ്രാഹിം നിലവിലെ MLA ആണ്. അതല്ലെങ്കിൽ അവിടെ PMA ഷമീറിനെയാണ് പരിഗണിക്കുക. തിരുവമ്പാടി സീറ്റാണ് നേരത്തെ പട്ടാമ്പിയുമായി വെച്ചുമാറും എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അതിനകത്ത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. തിരുവമ്പാടിയിൽ ലീഗ് തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ CK കാസിം, അവിടുത്തെ പ്രാദേശിക നേതാവാണ്, CK കാസിം മത്സരിക്കും. ഇനി പട്ടാമ്പിയാണ് കിട്ടുന്നതെങ്കിൽ പട്ടാമ്പിയിൽ ജില്ലാ നേതാവ് MA സമദ് മത്സരിക്കും. കോങ്ങാട് സീറ്റിന് പകരം ഇവർ ആവശ്യപ്പെടുന്നത് ബാലുശ്ശേരി സീറ്റാണ്. ബാലുശ്ശേരി സീറ്റ് ലഭിച്ചാൽ അവിടെ അഡ്വക്കേറ്റ് സ്മിജി, അത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് അവർ മുസ്ലിം ലീഗ് കാണുന്നത്. അഡ്വക്കേറ്റ് സ്മിജി നിലവിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. അഡ്വക്കേറ്റ് സ്മിജി അല്ലെങ്കിൽ UC രാമൻ, ഇത്രയും ആളുകളെയാണ് പരിഗണിക്കുക. അതിൽ എടുത്തു പറയേണ്ടത് ഒന്ന്, ഫാത്തിമ തഹ്ലിയ ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു. അവരെ നേരത്തെ മാറ്റി നിർത്തുമെന്ന് ഇതുണ്ടായിരുന്നു, പക്ഷേ അവരെ കൂടി പരിഗണിക്കുന്നുണ്ട്. മറ്റൊന്ന്, മുനീറിന് സീറ്റ് ഉറപ്പിച്ചു. അദ്ദേഹത്തിന് കൊടുവള്ളിയിൽ സൗത്തിൽ മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിന്റെ 17 മണ്ഡലങ്ങളിൽ ഒറ്റ പേരിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി 10 സീറ്റുകളിൽ മാത്രമാണ് ഒറ്റ പേരിലേക്ക് വരാനുള്ളത്. അതും 2 ദിവസത്തിനകം തന്നെ അക്കാര്യത്തിൽ തീരുമാനമാകും. തിരുവമ്പാടി കോങ്ങാട് സീറ്റിന് പകരമുള്ള സീറ്റ്, അത്തരം സീറ്റിൽ ധാരണയായി കഴിഞ്ഞാൽ അതിലേക്ക് പ്രഖ്യാപനം വരും. ചെറിയ പെരുന്നാളിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രാഥമികമായ ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പ്രമുഖർ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അതുമാത്രമല്ല, ഏതാണ്ട് ഈ പട്ടികയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ച മുഴുവൻ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആരോഗ്യാവസ്ഥയൊക്കെ പരിഗണിച്ചൊരു പക്ഷേ MK മുനീറിനെ മാറ്റി നിർത്തിയേക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ ഒരു പിടിവാശിയും നടപ്പായി എന്ന് പറയാമോ ഇക്കാര്യത്തിൽ?
തീർച്ചയായും ഹർഷൻ, കാരണം MK മുനീറിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗിന് സത്യത്തിൽ അദ്ദേഹം മാറി നിൽക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ അത് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് അദ്ദേഹം മാറി നിൽക്കുകയല്ല. മുനീർ സ്വയം തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടാണ് മുസ്ലിം ലീഗ് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. മുനീർ പറയുകയാണ്, ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളാൽ മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക. അതല്ല എങ്കിൽ തനിക്ക് മത്സരിക്കണമെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ സൗത്തിൽ മത്സരിപ്പിക്കുക. പക്ഷേ MK മുനീർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ തൻ്റെ ആരോഗ്യ പ്രശ്നം പോലും പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന പരാമർശം അത് പാർട്ടിയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ അതൃപ്തിയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ MK മുനീറിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ അങ്ങനെ അദ്ദേഹം മത്സരിക്കാൻ ഒരു താല്പര്യം അറിയിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുക എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കോഴിക്കോട് സൗത്തിൽ തന്നെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. ഒഴിവാക്കപ്പെട്ടതിൽ മഞ്ചേരി, മലപ്പുറം, തിരൂരങ്ങാടി, കാസർഗോഡ്, വള്ളിക്കുന്ന് തുടങ്ങിയ 5 മണ്ഡലങ്ങളിലെ സിറ്റിംഗ് MLA മാരെയാണ് മാറ്റുക. അതിൽ കാസർഗോഡ് NA നെല്ലിക്കുന്ന് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ മാറ്റുന്നുണ്ട്. മലപ്പുറത്ത് അദ്ദേഹം 3 ടേം പൂർത്തിയാക്കിയതാണ്. കാസർഗോഡും അതുപോലെ തന്നെയാണ്. മഞ്ചേരിയിൽ ഒരു ടേമാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. വള്ളിക്കുന്നും അദ്ദേഹം ടേം പൂർത്തിയാക്കിയതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മാറ്റുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വലിയ നേതാക്കളെ അങ്ങനെ ഒഴിവാക്കി എന്നുള്ളതല്ല. പക്ഷേ PM സലാമിനെ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു മണ്ഡൽ അതോ ഒറ്റപ്പേരിലേക്ക് വരും എന്ന് കരുതിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മലപ്പുറത്തും തിരൂരങ്ങാടിയിലും പരിഗണിക്കുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ സുഹ്റാം അമ്പാടിനെയാണ് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ PM സലാം ഒരുപക്ഷെ മലപ്പുറത്തേക്ക് വന്നേക്കാം. കാരണം സുഹ്റാം അമ്പാടിനെ സംബന്ധിച്ചിടത്തോളം തിരൂരങ്ങാടി തന്നെയാണ് മത്സരിപ്പിക്കാൻ നല്ല അനുയോജ്യമായ മണ്ഡലം എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതിന്റെ കാരണം അവർ മുജാഹിദിന്റെ വനിതാ സംഘടനയുടെ നേതാവ് കൂടിയാണ്. മുജാഹിദ് വിഭാഗത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് തിരൂരങ്ങാടിയാണ്. അപ്പം തിരൂരങ്ങാടിയിൽ നിന്ന് അവരെ മാറ്റി മത്സരിപ്പിച്ചാൽ അതിന്റെ വിജയസാധ്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവരെ പരിഗണിക്കുന്നത്. ഇനി സുഹ്റാം അമ്പാടിനെ പരിഗണിക്കാതെ ജയന്തിരാജൻ അല്ലെങ്കിൽ ഫാത്തിമ തെഹലിയ ഇവരിലേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും സുഹ്റാം അമ്പാടിന് സീറ്റ് ഉണ്ടാകില്ല. അവിടെ PM പേര് വരും. ഇതിൽ കൗതുകകരമായ ഒരു കാര്യം, കൂടുതൽ വനിതകൾക്ക് ഇത്തവണ സീറ്റ് നൽകും എന്ന് തോന്നുന്നു. ഈ പട്ടിക, ഈ ആലോചന ഈ മട്ടിൽ പൂർത്തിയായാൽ കൂടുതൽ വനിതകൾ ഇപ്പോൾ ഇത്തവണ ലീഗിന്റെ പട്ടികയിൽ, സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമോ? തീർച്ചയായും കൂടുതൽ വനിതകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് 2 വനിതകൾ ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് മുസ്ലിം ലീഗ് കരുതുകയും ചെയ്തത്. അതിൽ ഒരാളെയെങ്കിലും നിയമസഭയിലേക്ക്, അതായത് അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് കൊടുക്കാനുള്ള ആലോചനകൾ മുസ്ലിം ലീഗിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ജയന്തിരാജൻ, അതല്ല എങ്കിൽ സുഹ്റാം അമ്പാട്, ഫാത്തിമ തെഹലിയ, ഈ 3 പേരിൽ 2 പേരായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മുതിർന്ന നേതാവിൽ KP മജീദാണ് ഒഴിവായി മാറിയ മുസ്ലിം ലീഗിന്റെ നിലവിലുള്ളതിൽ ഏറ്റവും മുതിർന്ന നേതാവായി മാറുക. കൂടുതൽ ആളുകളെ, കൂടുതൽ വനിതകളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് ഇത്തവണ പ്രാഥമികമായി അംഗീകരിച്ചിട്ടുള്ളത്. അതിന് വലിയ അംഗീകാരം കിട്ടുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് കരുതുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സ്മിജി, അവര് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. അവരെ നിയമസഭയിലേക്ക് കൂടി മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് കൂടി ഇതിൽ പ്രധാനപ്പെട്ടതാണ്.